എല്ലാവർക്കും വണക്കം. ഈ വീഡിയോയിൽ നാം ശരക്ക് ബിസിനസ് ആപ്പിലെ പ്രീമിയം സ്റ്റോർ പ്ലാനിലെ എന്തെല്ലാം ഫീച്ചറുകളുണ്ട്, അതിന്റെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാകും എന്നതിനെക്കുറിച്ച് വിശദമായി നോക്കാം. നാം മുമ്പ് ശരക്ക് ബിസിനസ് ആപ്പിലെ പ്രോ ബില്ലിംഗ് പ്ലാനിലെ ഫീച്ചറുകൾ കണ്ടിരുന്നു. നിങ്ങളത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഐക്കണിൽ നൽകിയിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് കാണാം. അതിനാൽ ഈ വീഡിയോയിൽ നാം കാണുന്നത് തുടർന്ന് നിങ്ങളുടെ ബിസിനസ് ഓൺലൈനിൽ പ്രദർശിപ്പിക്കുക. 1. iOS ഉപയോക്താക്കൾക്കുള്ള ആപ്പിൾ ഫയർ ആപ്പിലേക്കുള്ള ഒരു പൂർണ്ണ ഗൈഡാണിത്. പ്രേക്ഷകരെ ലക്ഷ്യം വെക്കുന്നതിനായി ആപ്പിൾ ഫയർ ആപ്പിൽ നിങ്ങളുടെ ഉള്ളടക്കം വീണ്ടും പോസ്റ്റ് ചെയ്യാൻ കഴിയും. ഉൽപ്പന്നങ്ങൾ പ്രീമിയമായി വിൽക്കാൻ ഓൺലൈൻ സ്റ്റോർ സഹായിക്കുന്നു. ഇതിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവ മാത്രം ഓൺലൈനിൽ പ്രദർശിപ്പിക്കാം. ലഭ്യമല്ലാത്തവ മറയ്ക്കാനും ഇത് നിയന്ത്രിക്കാനും സാധിക്കും. ഇതുവഴി അനാവശ്യ ഓർഡർ റിജക്ഷനുകൾ ഒഴിവാക്കാം. ആദ്യമായി ഒരു കാര്യം അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു പ്രത്യേക വികാരം വിവരിക്കാൻ വാക്കുകൾക്ക് സാധിക്കില്ല. ജീവിതത്തിൽ ഓരോ നിമിഷവും പുതുമയോടെ കാണുന്ന ഒരാൾക്ക് മാത്രമേ അതിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ കഴിയൂ. നാം ആദ്യമായി ഒരു മനോഹരമായ കാഴ്ച കാണുമ്പോഴോ അല്ലെങ്കിൽ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു സംഗീതം കേൾക്കുമ്പോഴോ ഉണ്ടാകുന്ന ആ അനുഭൂതി എന്നും ഓർമ്മകളിൽ നിലനിൽക്കും. അതൊരു പുതിയ യാത്രയുടെ തുടക്കമാകാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളുമായുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാകാം. ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സ് നിറയെ സന്തോഷവും ആകാംക്ഷയും നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങളൊരു ബിസിനസ് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ദൂരസ്ഥലത്തോ നടത്തുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് പിക്കപ്പ് ഓപ്ഷൻ എനേബിൾ ചെയ്യാം. അങ്ങനെ ചെയ്താൽ കസ്റ്റമർമാർ നേരിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ഉൽപ്പന്നം വാങ്ങിക്കൊണ്ടുപോകും. നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ് വിജയകരമായി നടത്താൻ ഇത് വളരെ സഹായകരമായിരിക്കും. 5ാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ ശരക്ക് ബയർ ആപ്പിന് ഇപ്പോൾ 4000 മുതൽ 5000 ഇൻസ്റ്റാളുകൾ കഴിഞ്ഞു. അതിനാൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ശരക്ക് ബിസിനസ് ഒന്നിലധികം ടാർഗറ്റ് പ്രേക്ഷകരിലേക്ക് എത്താൻ നിങ്ങളിലൂടെ ഞങ്ങൾ പ്രധാനപ്പെട്ടവരിലേക്ക് ആദ്യം എത്തും. 6. എന്താണ് കാര്യം? മറ്റു കാര്യങ്ങളിൽ ഒരു ഉപഭോക്താവിന് ഒരു വിഷയം വളരെ വലിയ പ്രശ്നമായി തോന്നുന്നുവെങ്കിൽ അതിനിടയിൽ തേർഡ് പാർട്ടി അഡ്മിൻ പോർട്ടൽ ഉണ്ടാകും. അവർ ആ പോർട്ടലിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ വിഷയം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നതിന് പ്രത്യേകമായി പാർട്ടികൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ വിഷയം എന്നതിൽ ഉപഭോക്താവിന് വളരെ വലിയ പ്രശ്നമുണ്ടെങ്കിൽ അവരാ വിഷയം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അത് മുഴുവൻ നിങ്ങൾ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് അവരുടെ ആവശ്യം പരിഹരിക്കാൻ കഴിയണം. 7ാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ശരക്ക് ബയർ ആപ്പിൽ നിന്ന് ഒരു കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെയെങ്കിൽ കസ്റ്റമറുടെ കൃത്യമായ ഡയറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഇതെല്ലാം എന്താണ്? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ഏതേത് ലൊക്കേഷൻസിലാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിനാൽ ആ ലൊക്കേഷൻ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഏതെങ്കിലും ആഡ് ഓടിക്കാൻ കഴിയും. 8ാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കസ്റ്റമർ ഓർഡർ ചെയ്താൽ ആ ക്വറി നിങ്ങൾക്കറിയാം. ആ ക്വറി എങ്ങനെ റീച്ച് ചെയ്യാമെന്നതിന് ഒരു സൗകര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിസിനസ് ആപ്പിൽ ആ ഓർഡർ നമ്പർ ഡീറ്റെയിൽ സെലക്ട് ചെയ്താൽ കസ്റ്റമറുടെ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് ഡയറക്ഷൻ കൊടുത്താൽ അവരുടെ ലൊക്കേഷൻ എങ്ങനെ റീച്ച് ചെയ്യാമെന്നതിന് ഒരു ദിശ ഗൂഗിൾ മാപ്പിൽ കാണിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാൻ അറിയാത്ത ആളായാലും ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഒരു സഹായി നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾ അവർക്ക് ചില കാര്യങ്ങൾ നൽകണമെന്ന് അവർ കാണുന്നു. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങളൊരു കുട്ടിയെ സഹായിച്ചാൽ അവർ കാണുന്നു. നിങ്ങൾ ചില കാര്യങ്ങൾ നൽകിയാൽ അവർ ചില കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സഹായം നൽകാം. അതിനാൽ ഇവിടെ വരൂ, ഞങ്ങളുടെ കൈവശം ഇത്തരത്തിലുള്ള സ്റ്റോക്ക് ഇല്ല, പകരം ഞങ്ങളുടെ കൈവശം മറ്റൊരു സ്റ്റോക്ക് ഉണ്ട്, ഞങ്ങൾ വന്ന് അത് നിങ്ങൾക്ക് നൽകും. അതിനാൽ നിങ്ങൾക്ക് അവിടെ വന്ന് അത് ആവശ്യപ്പെടാം. ആ ഓപ്ഷൻ വന്ന് പറയുന്നു, ഞങ്ങൾ അത് നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ വന്ന് കണ്ടാൽ അത് GST എന്ന് പറയുന്നു. GST വന്നു, ഞങ്ങളുടെ ഫയർ ആപ്പിലേക്ക് വന്നു, നിങ്ങളൊരു ഓർഡർ നൽകി, റുക്കുരൂർ അവർ അത് ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ കസ്റ്റമറിന് നേരിട്ട് തന്നെ GST ഇൻവോയ്സ് ലഭിക്കും. ഇത് നിങ്ങൾക്ക് GST ഫയൽ ചെയ്യാൻ വളരെയധികം സഹായകരമായിരിക്കും. ഇനി 11ാമത്തെ ഫീച്ചർ നോക്കിയാൽ ഒരു ഓർഡർ വന്നാൽ അത് കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ ടൈം സെറ്റ് ചെയ്യാം. ഈ ടൈമർ ബയർ ആപ്പിൽ വ്യക്തമായി കാണിക്കും. ഉൽപ്പന്നം റെഡിയാകാൻ എടുക്കുന്ന സമയം നൽകിയാൽ കസ്റ്റമർ അതുവരെ ക്ഷമയോടെ കാത്തിരുന്നുകൊള്ളും. അല്ലെങ്കിൽ ഓർഡർ ചെയ്ത വിവരം മാത്രമേ അവിടെ കാണിക്കൂ. അപ്പോൾ നമുക്ക് വിളിച്ചോ മറ്റോ നേരിട്ട് അറിയിക്കേണ്ടി വരും. ഈ പ്രശ്നം പരിഹരിക്കാനാണ് 12ാമത്തെ ഫീച്ചർ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഓർഡർ റദ്ദാക്കൽ, അതായത് ഓർഡർ വന്ന ശേഷം ബയർക്ക് എപ്പോഴാണ് റദ്ദാക്കാൻ കഴിയുന്നാൽ ഓർഡർ ചെയ്താലുടൻ ബിസിനസ് ഉടമ കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ബയറിന് ഓർഡർ റദ്ദാക്കാൻ സാധിക്കും. നിങ്ങൾ കൺഫേം ചെയ്താൽ അവർക്ക് റദ്ദാക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് മാത്രമേ റിജക്റ്റ് ചെയ്യാനാവൂ. ചിലർ പലതവണ ഓർഡർ റദ്ദാക്കുന്നത് ബിസിനസ്സിനെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ കൺഫേം ചെയ്യാം.
ഒരിക്കൽ കൺഫേം ചെയ്താൽ അവർക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നീട് അവർക്ക് ഓർഡർ റദ്ദാക്കാൻ സാധിക്കില്ല. അവർ നിങ്ങളെ സമീപിച്ച് ഓർഡർ റീജക്റ്റ് ചെയ്താൽ മാത്രമേ അത് ഫിനിഷ് ആകൂ, ഇല്ലെങ്കിൽ പെൻഡിങ്ങിലാകും. 13-ാമതായി, നമ്മുടെ ബയർ അക്കൗണ്ടിൽ പുതിയ ബയർമാർ കൂടുതൽ വരും. നമ്മുടെ ബിസിനസ്സിലേക്ക് സാധാരണയായി ധാരാളം ആളുകൾ സാധനങ്ങൾക്കായി ഓർഡറുകൾ നൽകാറുണ്ട്. അപ്പോൾ അതിൽ പലരും വെറുതെ ഒരു തമാശയ്ക്കോ അല്ലെങ്കിൽ സ്പാം രൂപത്തിലോ ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. ഫ്രീ കൊണ്ട വഴി 2 മുതൽ 3 ബിസിനസ്സിലേക്ക് ഓർഡർ ഇടുന്നവരിൽ പലരും തങ്ങൾ സുരക്ഷിതരാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്താൽ ആ വ്യക്തിയുടെ അക്കൗണ്ട് നമുക്ക് സ്പാമായി മാർക്ക് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, അവർക്ക് അവരുടെ മൊബൈലിൽ പിന്നീട് ഏത് അക്കൗണ്ട് ഉപയോഗിച്ചാലും അത് പ്രവർത്തിക്കില്ല. അവരുടെ അക്കൗണ്ട് മറ്റൊരു മൊബൈലിലും പ്രവർത്തിക്കില്ല. നമ്മളത് അൺലോക്ക് ചെയ്യുന്നത് വരെ അത് അങ്ങനെ തന്നെ തുടരും. ഈ ഒരു പ്രത്യേക ഓപ്ഷൻ നമ്മളിപ്പോൾ നൽകിയിട്ടുണ്ട്. കാരണം മിക്കവാറും ഇത്തരം അനാവശ്യ സംഭവങ്ങൾ നടക്കാതിരിക്കാൻ നമ്മളിത് പൂർണ്ണമായും റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങൾ വാങ്ങുന്നവരുടെ ആപ്പിൽ 14-ാമത്തെ പ്രധാനപ്പെട്ട കാര്യമായി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സബ്സ്ക്രിപ്ഷൻ വഴി ഉപഭോക്താക്കൾക്ക് നിങ്ങളുടെ ബിസിനസ് പിന്തുടരാം. അവർ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ നൽകുന്ന അനൗൺസ്മെന്റുകൾ നോട്ടിഫിക്കേഷനായി അവർക്ക് ലഭിക്കുന്നതായിരിക്കും. പേർ ആപ്പിലെ സബ്സ്ക്രിപ്ഷൻ ടാബിലൂടെ അവർക്കിത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഫുഡ് കാറ്റഗറിയിലാണ് താല്പര്യമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ആ വിഭാഗത്തിലെ ബിസിനസ്സുകൾ മാത്രമായി അവർക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇത് അവർക്ക് ഓർഡറുകൾ നൽകുന്നത് കൂടുതൽ എളുപ്പവും സൗകര്യപ്രദവുമാക്കി മാറ്റുന്നു. ആർക്കും നിങ്ങൾക്കും വന്നിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന അനൗൺസ്മെന്റുകൾ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് കൃത്യമായി എത്താനും ഈ സബ്സ്ക്രിപ്ഷനുകൾ വഴി നിങ്ങൾക്ക് കൂടുതൽ ഓർഡറുകളും റേഞ്ചുകളും ലഭിക്കാനും ഇത് സഹായിക്കും. മിനി സ്റ്റേറ്റ്മെന്റിലൂടെ ഓൺലൈൻ സ്റ്റോറിലും ബയർ ആപ്പിലും എത്ര പേർ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാം. ഇതുവഴി മൊത്തത്തിലുള്ള ഓൺലൈൻ സെയിൽസും അതിൽ നിന്ന് ലഭിച്ച ലാഭവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം വന്ന ശേഷം നമ്മൾക്കൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവും. ഇനി കൂടുതൽ ഓഫറുകൾ നൽകിയാൽ കൂടുതൽ വ്യൂസ് വരും, നിങ്ങൾക്ക് നേരിട്ട് തന്നെ മനസ്സിലാവും. 16-ാം ഫീച്ചർ ടൈം സ്ലോട്ട്. ടൈം സ്ലോട്ട് നമ്മൾ ഇതിനകം പ്രോ ബിൽഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. അത് ബിൽഡിംഗ് ഓറിയന്റഡ് ആയിട്ടാണ് പറഞ്ഞത്. ഇത് ഓൺലൈൻ ഓർഡറിനാണ്. നമുക്ക് പറയുന്നത് നിങ്ങൾക്ക് ഏത് സമയത്ത് ടൈം സ്ലോട്ടിൽ ലഭ്യമായിരിക്കുമെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ ആ ടൈം സ്ലോട്ടിൽ അതിനെ കോൺഫിഗർ ചെയ്യാം. അങ്ങനെ കോൺഫിഗർ ചെയ്യാത്തതിനാൽ ചില സെലക്റ്റീവ് സ്റ്റോക്കുകൾ ഈ പ്രത്യേക ആ സമയത്ത് മാത്രമേ അത് ശരക്ക് ബയർ ആപ്പിലും ശരക്ക് ബയർ .comലും ലഭ്യമായിരിക്കുകയുള്ളൂ. അതിനാൽ നിങ്ങൾക്ക് അനാവശ്യമായ ഓർഡർ റിജക്ഷൻ ഒഴിവാക്കാൻ സാധിക്കും. 70-ാം ഫീച്ചർ ഗ്രേസ് ടൈം ആണ്. ബിസിനസ് താൽക്കാലികമായി മറയ്ക്കാനോ ഒരു നിർദ്ദിഷ്ട സമയത്തിന് ശേഷം വീണ്ടും വിസിബിൾ ആക്കാനോ ഇത് നിങ്ങളെ സഹായിക്കുന്നു. ഈ ഗ്രേസ് ടൈം ഫീച്ചർ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടും. ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കടയുടെ സമയം നീട്ടി വിസിബിൾ ആക്കാം. എമർജൻസി വർക്കുകൾക്കും ഇത് സഹായിക്കും. നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ആ സമയത്ത് ഗ്രേസ് ടൈം വഴി 15 മുതൽ 30 മിനിറ്റ് കൂടി നിങ്ങളുടെ ഷോപ്പ് തുറന്ന് നിലയം വെക്കാൻ കഴിയും. ഈ ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കും, പക്ഷേ താൽക്കാലികമായി ബിസിനസ് ബയർ ആപ്പിൽ കാണിക്കാതെ വെക്കാം. അതുവഴി നിങ്ങളുടെ ഡെലിവറി റേഷ്യോ പോസിറ്റീവായി നിലനിർത്താൻ കഴിയും. 18-ാം ഫീച്ചർ എന്താണെന്ന് നോക്കാം. അതുകൊണ്ട് ബിസിനസ് സമയക്രമം 24 മണിക്കൂറോ ആഴ്ചയിലെ ചില ദിവസങ്ങളോ വാരാന്ത്യങ്ങളോ ആയി നമുക്ക് ഇഷ്ടാനുസരണം ക്രമീകരിക്കാം. ഉദാഹരണത്തിന് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ മാത്രമായും ഇത് കോൺഫിഗർ ചെയ്യാം. അത്തരത്തിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമായ സമയം നമ്മൾ നൽകിയിട്ടുള്ള നമ്മുടെ പ്രൊഫൈലിൽ നാം സജ്ജീകരിച്ചാൽ ആ സമയങ്ങളിൽ മാത്രം നമ്മുടെ ബിസിനസ് വിസിബിൾ ആയിരിക്കും. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. മധ്യാഹ്ന ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ ബിസിനസ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രാവിലെ 9 മുതൽ 12 വരെ, അതുപോലെ 3 മുതൽ 7 വരെ, അങ്ങനെ നിങ്ങളിതിൽ കോൺഫിഗർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ബിസിനസ് ആ സമയങ്ങളിൽ മാത്രം വിസിബിൾ ആയിരിക്കും. അടുത്ത നാം കാണാൻ പോകുന്നത് 19-ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുക എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും. നിങ്ങൾ ആത്മാർത്ഥമായി ആ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായി കോൺഫിഗർ ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിൽ വിജയകരമായി നടപ്പിലാക്കാനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ കാര്യങ്ങൾ വിട്ടുകളയാനും അവയെ പൂർണ്ണമായും ഉപേക്ഷിക്കാനും നിങ്ങൾ എപ്പോഴും മാനസികമായി തയ്യാറായിരിക്കണം. ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ നൽകുന്ന ഓരോ ചെറിയ കാര്യവും ഭാവിയിൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന വലിയ നേട്ടങ്ങളുടെയും സന്തോഷങ്ങളുടെയും തുടക്കമായിരിക്കും. അതിനാൽ ഒട്ടും മടിക്കാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ ധൈര്യപൂർവ്വം കൈകാര്യം ചെയ്യുക. ജീവിതത്തിലെ ഈ നിർണായക ഘട്ടത്തിൽ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വളരെയധികം സഹായിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഈ വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ്. അതുകൊണ്ട് എല്ലാം വിടുക, ശുഭകരമായൊരു ഭാവിയിലേക്ക് ചുവടുവയ്ക്കുക. നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും തീർച്ചയായും ഫലം കാണും. ഈ പാതയിൽ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ നിങ്ങളെ കൂടുതൽ കരുത്താക്കും. അതിനാൽ പൂർണ്ണ മനസ്സോടെ ഈ മാറ്റത്തെ സ്വീകരിക്കുക. ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ ജോലി സമയത്ത് ബിസിനസ് ഓട്ടോമാറ്റിക്കായി ഓൺ ആയിക്കോളും.
നിങ്ങൾ മറന്നുപോയാലും ഈ ഫീച്ചർ കൃത്യമായി പ്രവർത്തിക്കും. ബിസിനസ് വിസിബിലിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ നോട്ടിഫിക്കേഷനും ലഭിക്കും. ആവശ്യമില്ലെങ്കിൽ ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനാൽ 2 ദിവസം മാത്രമായും നിങ്ങൾക്ക് ബിസിനസ് നടത്താം. അതോടൊപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ബിസിനസ് തുടരാൻ കഴിയില്ലെങ്കിൽ അതിനെ നിങ്ങൾ ഓഫ് ആക്കാം. അങ്ങനെ ഓഫ് ആക്കിയാലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ സമയത്ത് നിങ്ങൾ അത് ഓൺ ആക്കിയാൽ ബിസിനസ് ശരിയായ വഴിയിൽ കൊണ്ടുപോകാൻ കഴിയും. 21 സ്പീഡ് തരുന്നത് നിങ്ങൾ കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓൺലൈൻ ഓർഡർ ഫ്ലോയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് ഇതാണ്. നമ്മൾ മാനുവലായി വെച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സിൽ ഓൺലൈൻ ഓർഡർ എന്ന് പറഞ്ഞ് ഇതിൽ നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാം. എങ്ങനെ നിങ്ങൾക്ക് എളുപ്പമാണെന്നാൽ നിങ്ങൾ ഓണർ ആയിരിക്കും, നിങ്ങളുടെ കൂടെ അസിസ്റ്റന്റുമാരുണ്ടാവും. നിങ്ങൾ ഓൺലൈൻ ഓർഡറുകൾ മാത്രം കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കും അസിസ്റ്റന്റുമാർക്കും പകുതിയായി ലഭിക്കും. അനുവാദമുള്ളവർക്ക് മാത്രം ഇത് ഓൺ ചെയ്യാം. അതായത് ഓഫ്ലൈൻ ബില്ലിംഗ് നോട്ടിഫിക്കേഷൻ അവർക്ക് മാത്രവും ഓൺലൈൻ ഓർഡർ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അനുവദിച്ചവർക്കും ലഭിക്കും. ഇത് തടസ്സമില്ലാത്ത പ്രവർത്തനം ഉറപ്പാക്കുന്നു. നിങ്ങൾക്ക് ഈ ക്രമീകരണങ്ങളെ എപ്പോൾ വേണമെങ്കിലും മാറ്റാം. 22 എന്തൊരു കുഴപ്പം? ഓർമ്മപ്പെടുത്തലും മുന്നറിയിപ്പും. ഒരു അലർട്ട് വന്നാൽ നമ്മളത് ശ്രദ്ധിക്കാതെ വിടുകയോ അല്ലെങ്കിൽ മറന്നുപോവുകയോ ചെയ്താൽ ഇത് നമ്മെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സമയപരിധി കഴിഞ്ഞ് 5 മിനിറ്റിനുള്ളിൽ ഇത് പൂർത്തിയാക്കാം. നിങ്ങൾ കൺഫേം ചെയ്താലും നൽകിയ സമയം വൈകിയാലോ ഡിസ്പാച്ച് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ ഈ റിമൈൻഡർ അലർട്ട് വീണ്ടും വരും. ഈ അലർട്ട് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഓൺലൈൻ സ്റ്റോർ, ഓൺലൈൻ ഓർഡർ ആക്സസ് എന്നിവ NN അസിസ്റ്റന്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ അലർട്ട് ലഭിക്കും. ഓർഡറുകൾ കൃത്യസമയത്ത് ഡെലിവറി ചെയ്യാൻ ഇത് സഹായിക്കും. അടുത്തത് 23ാമത്തെ ഫീച്ചറായ ട്രാക്ക് ക്ലിയറൻസ് അഥവാ ഇൻവെന്ററി മാനേജ്മെന്റ് നോക്കാം. നിങ്ങളിപ്പോൾ ബില്ലിങ്ങിനും നാം മാപ്പ് ഉപയോഗിക്കലോ, ഓൺലൈൻ ഡെലിവറി സർവീസിനും നാം മാപ്പ് ഉപയോഗിക്കുന്നു. അതായത് നിങ്ങൾ ഓൺലൈനിൽ ഒരു ഓർഡർ വരുമ്പോൾ അത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണെങ്കിൽ അതിൽ ഓർഡർ വരുന്നത് നിങ്ങൾ കൺഫേം ആക്കി പ്രോസസ് ചെയ്താൽ ഇൻവെന്ററി മാനേജ്മെന്റിൽ ഡാറ്റ കുറയുന്നു. പക്ഷേ ഏതെങ്കിലും കാരണത്താൽ അത് റിജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയോ ചെയ്താൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ആ ഓർഡർ താനെ ക്യാൻസലായി പോകുന്നതാണ്. അതേസമയം തന്നെ നിങ്ങളുടെ സ്റ്റോക്കുകൾ കൃത്യമായി കൂടുകയും ചെയ്യും. ഈ ട്രാക്കിംഗ് സംവിധാനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായും ഓട്ടോമാറ്റിക്കായിട്ടുമാണ് വർക്കാവുന്നത്. അതുകൊണ്ട് തന്നെ മാനുവലായി കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. അതായത് ഓൺലൈനിൽ ഒരു പുതിയ ഓർഡർ വന്നാൽ വീണ്ടും അത് ഓഫ്ലൈനിൽ മാനുവലായി എൻ്റർ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കായി സിങ്ക് ആയിക്കൊള്ളും. സോ ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. നിങ്ങൾ വില്ലേജ് വിവരങ്ങൾ ചേർക്കുമ്പോഴും നിങ്ങൾ പുതുതായി ചേർക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ എപ്പോഴും കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് 25ാമത്തെ ഫീച്ചർ എന്താണെന്ന് വിശദമായി ഒന്ന് പരിശോധിച്ചു നോക്കാം. എന്തൊക്കെ കുട്ടികൾ ഉണ്ട് എന്ന് നോക്കിയാൽ നമുക്കിവിടെ ഒരുപാടധികം കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒരു ഉൽപ്പന്നം ഓൺലൈനിൽ വിൽപ്പന നടന്നാൽ ഉടൻ തന്നെ അത് റിഫ്ലക്ട് ചെയ്യും. ആ റെക്കോർഡ് കാണിക്കുന്നതിലൂടെ ഉൽപ്പന്നം ഏറ്റവും മുകളിൽ വരികയും കൂടുതൽ വിൽക്കാൻ സഹായിക്കുകയും ചെയ്യും. 25ാമത്തെ ഫീച്ചർ വഴി നിങ്ങളുടെ ബയർമാർക്ക് റേറ്റിംഗും റിവ്യൂ നൽകാൻ സാധിക്കും. ഇത് നല്ല കസ്റ്റമർമാരെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അവൻ ഓർഡർ ചെയ്തതിന് ശേഷം നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ അവരിൽ നിന്ന് നിങ്ങളുടെ റേറ്റിംഗും ആ സർവീസ് എങ്ങനെയായിരുന്നു എന്നതും ചോദിക്കാൻ കഴിയും. ഇതാണ് 25ാം ഫീച്ചർ. 26ാം ഫീച്ചർ എന്താണെന്ന് നോക്കിയാ, ഒരു ബയർ വന്നാൽ നിങ്ങളുടെ സേവനത്തെയും അതുപോലെ ഡെലിവറിയെയും റേറ്റ് ചെയ്യാം. കൂടുതൽ റേറ്റിംഗുകൾ ലഭിക്കുന്നത് മികച്ച രീതിയിലുള്ള ഒരു ഓൺലൈൻ പ്രസൻസ് നൽകും. ഡെലിവറി പ്രശ്നമുണ്ടെങ്കിൽ അത് ബിസിനസ് റേറ്റിംഗിന് ബാധിക്കുകയില്ല, ഗുണമേന്മയെ മാത്രമേ ബാധിക്കൂ. ഉൽപ്പന്ന ഗുണമേന്മയ്ക്കുള്ള റേറ്റിംഗും ഡെലിവറി റേറ്റിംഗും പ്രത്യേകമായി തന്നെ കാണിക്കും. ഇതിൽ എന്താണ് വ്യത്യാസം? അങ്ങനെയാണെങ്കിൽ പറയുവേണ്ട. ഇപ്പോൾ അതേ ഡെലിവറി പോയി മറ്റൊരു ഓർഡർ ഒരു കസ്റ്റമറിന് ഡെലിവറി ചെയ്യാൻ പോകും. അപ്പോൾ അവിടെ ഡെലിവറി പേഴ്സണുകളുടെ സെറ്റിംഗ്സും റിവ്യൂസും കാണാൻ കഴിയും. നിങ്ങൾക്കും ആ ഡെലിവറി പേഴ്സൺ എങ്ങനെ പെരുമാറിയിരിക്കുന്നു എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അത് മാനേജ് ചെയ്യാനും കഴിയും. അതിനാൽ ഒരു പ്രോപ്പർ ഡെലിവറി ബോയ്സ് നിങ്ങൾക്ക് അപ്പോയിന്റ് ചെയ്യാൻ ഇത് സഹായകരമാണ്. അടുത്തത് 27ാമത് ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ നാം പ്രൊഫൈൽ ഇൻഫോയിലോ GST എന്നൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ GST ലീഗൽ വിവരങ്ങൾ കാണാം. അത് നോക്കി നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ എത്ര ബില്ലുകൾ നൽകാൻ കഴിയും, എന്ത് പ്രിഫിക്സ് വേണം എന്നൊക്കെ നിങ്ങൾ കാണിക്കാം. അതിനാൽ ഈ GST നോക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം ക്രമീകരിക്കാം. ഈ പ്രിഫിൽ നോക്കി പ്രിഫിൽ ചെയ്യാം. പ്രീമിയം സ്റ്റോറിലാണ് ഇത് ലഭ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രീമിയം സ്റ്റോർ വേണമെങ്കിൽ നിങ്ങൾ പ്രീമിയം സ്റ്റോറിനാണ് വാങ്ങേണ്ടി വരിക. ഈ പ്രീമിയം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കായി കസ്റ്റമറിന് ലഭിക്കും. ഈ ഓപ്ഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ശരിയായി GST ഫയൽ ചെയ്യുമ്പോൾ 28ാമത് ഫീച്ചർ എന്താണെന്ന് നോക്കാം. അങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ബിൽ ഹിസ്റ്ററി എന്ന വിഭാഗത്തിൽ പോയി ആവശ്യമായ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കാനും അവയുടെ റിപ്പോർട്ടുകൾ കൃത്യമായി ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്.
ആ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് GST റിപ്പോർട്ട് എന്ന പ്രത്യേക ഓപ്ഷൻ കൂടി നാം അവിടെ നൽകിയിട്ടുണ്ട്. ആ GST റിപ്പോർട്ടിൽ നോക്കിയാൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായ എല്ലാ GST ഇൻവോയ്സുകളും, നിങ്ങൾ ഇതിനകം തന്നെ ടാക്സ് അടച്ചു കഴിഞ്ഞിട്ടുള്ള ചില ഉൽപ്പന്നങ്ങൾ വാങ്ങിയതിന്റെ വിവരങ്ങളും, അതുപോലെ തന്നെ ഈ GST പ്രകാരം നിങ്ങൾക്ക് അധികമായി ടാക്സ് പേ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളുമൊക്കെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇവയെല്ലാം തന്നെ ഒരു പ്രോപ്പർ എക്സൽ ഫോർമാറ്റിലാണ് നാം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. ആ എക്സൽ ഫയൽ ഉപയോഗിച്ച് നിങ്ങളുടെ ഓഡിറ്റർക്ക് വളരെ വേഗത്തിൽ വിവരങ്ങൾ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങളുടെ GST സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ നല്ലൊരു ശാശ്വത പരിഹാരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറുടെ കോൺടാക്ട് വിവരങ്ങൾ കൃത്യമായി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടുകൾ വാട്സാപ്പിലൂടെ നേരിട്ട് അയച്ചു കൊടുക്കാനും സാധിക്കും. അതിനാൽ ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പവും ലാഭകരവുമാണ്. അതായത് ഒരു ഡൈനാമിക് വെബ്സൈറ്റ് നിർമ്മിക്കുന്നതിനായി നമ്മുടെ ബിസിനസ് പ്രൊഫൈലിൽ പോയി നോക്കിയാൽ വലതുവശത്ത് മുകളിൽ ഒരു QR ഐക്കൺ കാണാൻ സാധിക്കും. ആ QR കോഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു ചെറിയ ഡൈനാമിക് വെബ് പേജ് അവിടെ ഓട്ടോമാറ്റിക്കായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതിനുശേഷം ആ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അത് ഷെയർ ചെയ്താൽ അവർക്കും ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ സഹായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 31ാമത്തെ കാര്യം എന്താണെന്ന് വിശദമായി നോക്കിയാൽ, ആ വെബ്സൈറ്റിൽ നിങ്ങളുടെ കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. ഈ ശരക്ക് പെയറപ്പ് എന്ന സംവിധാനം നിങ്ങളുടെ വിഷയവുമായി കൃത്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നിങ്ങൾ ആപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് ശരക്ക് പെയറപ്പിലും തനിയെ അപ്ഡേറ്റ് ആവുന്നതാണ്. ശരക്ക് പെയറപ്പിൽ നിങ്ങളുടെ പ്രശ്നത്തിന്റെ സെറ്റിംഗ്സിൽ പോയി ചില കാര്യങ്ങൾ കൂടി ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം കൃത്യമായി ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ 30 സെക്കൻഡ് ഫീച്ചർ കാണാം. എന്താണ് നോക്കിയതെന്ന് വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളുടെ ഡെലിവറി ദൂരം കൃത്യമായി കോൺഫിഗർ ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ബയർ ആപ്പിലൂടെ കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോൾ ഡെലിവറി നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഡെലിവറി റേഡിയസ് നിങ്ങൾക്ക് ക്രമീകരിക്കാം. 100 കിലോമീറ്റർ വരെയോ നല്ലൊരു ടീം ഉണ്ടെങ്കിൽ അതിലധികമോ ദൂരത്തേക്ക് ഇത് വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് മിനിമം കിലോമീറ്ററുകൾ കൂടി കോൺഫിഗർ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും എന്നാലേ, നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് റിമോട്ട് ഏരിയയിലാണെങ്കിൽ അവിടെ ആളുകളില്ലെങ്കിൽ അങ്ങനെയെങ്കിൽ ആ ഏരിയ നിങ്ങൾ ഇവിടെ കോൺഫിഗർ ചെയ്യാം. അപ്പോൾ അതിന് മുകളിൽ 5 കിലോമീറ്റർ നൽകിയ ആ 5 കിലോമീറ്റർ അതിന് പുറത്തുള്ള നിങ്ങളുടെ കട കാണിക്കില്ല. 5 കിലോമീറ്ററിൽ നിന്ന് ഇപ്പോൾ 100 കിലോമീറ്റർ നൽകിയാൽ ബാക്കി വരുന്ന 95 കിലോമീറ്റർ റേഡിയസിൽ മാത്രം നിങ്ങളുടെ ബിസിനസ് കാണപ്പെടും. അതിനാൽ ഇത് നിങ്ങൾക്ക് സ്വയം കോൺഫിഗർ ചെയ്യാം. എപ്പോഴെങ്കിലും സർവീസ് മാറ്റം വരുമ്പോൾ, അതായത് ഡെലിവറി പേഴ്സൺസ് കുറയുമ്പോൾ ആ റേഡിയസ് നിങ്ങൾക്ക് നിയന്ത്രിച്ച് കുറയ്ക്കാം. 33ാം ഫീച്ചർ എന്താണെന്ന് നോക്കിയോ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓൺലൈൻ ഓർഡറുകളുടെ ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ തുകകൾ കോൺഫിഗർ ചെയ്യാം. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സിൽ 5-10 രൂപയുടെ ചെറിയ ഓർഡറുകൾ ഓരോന്നായി ഡെലിവറി ചെയ്യുന്നത് നമുക്കത്ര ലാഭകരമായിരിക്കില്ല. നമ്മുടെ ജോലി എളുപ്പമാക്കാനാണ് മിനിമം ഓർഡർ തുക നമ്മളിവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ 250 3000 പോലെ ഒരു മിനിമം തുക നിശ്ചയിച്ചാൽ ആ തുകയ്ക്ക് മുകളിലുള്ള ഓർഡറുകൾ മാത്രമേ ലഭിക്കൂ. അതിൽ കുറഞ്ഞ തുകയ്ക്ക് ഒരു ബയർക്ക് ഓർഡർ നൽകാൻ കഴിയില്ല. അതുപോലെ മാക്സിമം തുക കോൺഫിഗർ ചെയ്തില്ലെങ്കിൽ വലിയ ബൾക്ക് ഓർഡറുകൾ വരുമ്പോൾ ഒരേ സമയം ഡെലിവറി പ്രയാസകരമാകും. നിങ്ങളൊരു ലിമിറ്റ് സെറ്റ് ചെയ്താൽ കസ്റ്റമർക്ക് ആവശ്യമുണ്ടെങ്കിലും അവർ വേറെ ഓർഡർ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഓർഡറുകളായി വരും. ഡെലിവറി ചെയ്യുമ്പോൾ ചാർജ് കൂടും. ടാലി ചെയ്താൽ ലാഭം ഉണ്ടാക്കാം. 34ാമത്തെ ഫീച്ചർ കൺഫിഗർ യുവർ ഡെലിവറി ചാർജസ് ആണ്. ഡെലിവറി ചാർജുകൾ ഫിക്സഡ് ആകണമെന്നില്ല, അത് വ്യത്യസ്തമായിരിക്കും. അത് ഓരോ ബിസിനസ്സിന് വ്യത്യാസപ്പെടും. അതിനാൽ നാം എങ്ങനെ സെറ്റ് ചെയ്തിരിക്കും എന്നാൽ, ആദ്യം നോക്കിയാൽ ഫ്രീ എന്ന ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ പെയ്ഡ്, പാർഷ്യൽ, മറ്റ് ഓപ്ഷനുകളും. ഫ്രീ എന്നത് എവിടെയെങ്കിലും ഡെലിവറി ചെയ്താൽ നിങ്ങളുടെ ഡെലിവറി ചാർജ് ഫ്രീ ആയിരിക്കും. അതിനാൽ കസ്റ്റമർക്ക് 1 രൂപയും പേ ചെയ്യേണ്ടതില്ല. പെയ്ഡ് എന്നതെങ്കിൽ 1 കിലോമീറ്ററിന് 5 മുതൽ 10 രൂപ എന്നിങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യാം. എത്ര കിലോമീറ്റർ വരുന്നു എന്നതനുസരിച്ച് ഡെലിവറി ചാർജുകൾ വയർ ആപ്പിൽ ഓട്ടോമാറ്റിക്കായി കാൽക്കുലേറ്റ് ചെയ്യും നിങ്ങൾക്ക് ലഭിക്കും. 3ാമത്തത് പാർഷ്യൽ എന്നതെങ്കിൽ ആദ്യ 2 കിലോമീറ്റർ വരെ ഫ്രീ ആയി ഡെലിവറി ചെയ്യാം. 3ാം കിലോമീറ്റർ കഴിഞ്ഞാൽ ഡെലിവറി ചാർജ് 1 കിലോമീറ്ററിന് 10 രൂപ എന്നിങ്ങനെയാവും. ഞാനിത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വളരെ ചെറിയ അളവിലുള്ള ഓർഡറുകൾക്ക് കൂടുതൽ ഡെലിവറി ചാർജ് ഈടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൃത്യമായ കൂടുതൽ ചാർജ് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിന് മുകളിൽ വരുന്ന വലിയ ഓർഡറുകൾക്ക് എനിക്ക് വേണമെങ്കിൽ പ്രത്യേകമായി കൂടുതൽ ചാർജ് സെറ്റ് ചെയ്യാം. ഇത് പ്രധാനമായും പാർഷ്യൽ ഡെലിവറികളിലാണ് വരുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായി സെറ്റ് ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് ട്രക്ക്, ലോറി പോലുള്ള വലിയ വാഹനങ്ങളിൽ ഇത് കാണിക്കാൻ കഴിയില്ല. കാരണം അവയ്ക്ക് വെയിറ്റ് അടിസ്ഥാനമാക്കിയാണ് ചാർജ് കണക്കാക്കുന്നത്. ചില സാധനങ്ങൾ നിങ്ങൾക്ക് വെയിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കസ്റ്റമറുമായി നേരിട്ട് സംസാരിച്ച് ഇത് പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. അതിനാൽ ഈ ഒരു ഓപ്ഷൻ ഞങ്ങൾ ഇതിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇനി 36ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അനൗൺസ്മെന്റ്സ് ആണ്. നിങ്ങൾ ഡെലിവറി പ്രൊഫൈൽ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുവെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ കൃത്യമായി തന്നെ ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ ചില മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഉപയോഗിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് ഉണ്ടാവുന്നത്.
അതിനായി നാം അനൗൺസ്മെന്റ് എന്ന പേരിൽ ഒരു ഓപ്ഷൻ നൽകുന്നു. അനൗൺസ്മെന്റ്സ് എന്നത് എന്ത്? അതെന്താണെന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഓഫർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡീല് നൽകാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ആ അനൗൺസ്മെന്റിൽ ഇമേജ് ഫോർമാറ്റിലോ ടെക്സ്റ്റിലോ വീഡിയോയിലോ ജിഫ് ഫോർമാറ്റിലോ സൃഷ്ടിച്ച് അത് പബ്ലിഷ് ചെയ്യാം. ഇത് മുഴുവൻ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ കടയിൽ വരുമ്പോൾ അനൗൺസ്മെന്റ് കൂടി ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അവിടെ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിക്കാൻ ഈ അനൗൺസ്മെന്റ് ഫീച്ചർ സഹായകരമായിരിക്കും. ഇതാണ് 36ാമത്തെ ഫീച്ചർ. എന്താണെന്നാൽ ഷെഡ്യൂൾ ചെയ്യാതെ ഇൻസ്റ്റന്റായി പോസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ പിഴവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് വീണ്ടും പബ്ലിഷ് ചെയ്യേണ്ടി വരും. ഇത് ഒഴിവാക്കാൻ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് സൗകര്യപ്രദമായി അനൗൺസ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാം. അങ്ങനെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ 7 ദിവസം ബയർ ആപ്പിൽ ഈ അനൗൺസ്മെന്റ് ഉപഭോക്താക്കൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഓഫറിന്റെ മാക്സിമം വിസിബിലിറ്റി 7 ദിവസമാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. നിങ്ങൾ ആ എൻഡ് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ അനൗൺസ്മെന്റ് ആ 7 ദിവസത്തേക്ക് വിസിബിൾ ആയിരിക്കും. അതിനാൽ ആ 7 ദിവസവും ഓഫർ നിങ്ങളുടെ ബിസിനസ്സിൽ ലഭ്യമാണെന്ന് കസ്റ്റമർ അസ്യൂം ചെയ്ത് ഒരു ഓർഡർ ഇടും. ആ 7 ദിവസത്തിനുള്ളിൽ കൂടുതൽ ഓർഡറുകൾ ലഭിക്കാൻ ഈ അനൗൺസ്മെന്റ് ഫീച്ചർ സഹായകരമായിരിക്കും. 37ാമത്തെ ഫീച്ചർ അനൗൺസ്മെന്റ് ട്രാക്കിംഗ് ആണ്. പണം അടച്ച് പർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് പബ്ലിഷ് ചെയ്യാനാകൂ. അങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന അനൗൺസ്മെന്റ് എത്രത്തോളം നിങ്ങളുടെ ബിസിനസ്സിന് ഫലപ്രദമാണെന്ന് അറിയുമ്പോഴാണ് നിങ്ങൾക്ക് അടുത്ത അനൗൺസ്മെന്റ് ഉപയോഗിക്കാൻ കഴിയുക. അതിനാലാണ് അനൗൺസ്മെന്റ് എന്നതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ നാം കാണിക്കുന്നതും അതുപോലെ നിങ്ങൾ നൽകുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആകുന്നതും. അതായത് നിങ്ങൾ നൽകുന്ന അനൗൺസ്മെന്റ് എന്ന വിഭാഗത്തിൽ എത്രത്തോളം ബയേഴ്സ് അത് കൃത്യമായി കണ്ടിട്ടുണ്ടെന്നും അതിനാകെ എത്ര വ്യൂസ് ലഭിച്ചിട്ടുണ്ടെന്നും അതിലുപരി എത്ര പേര് ആ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്രൊഡക്ട്സ് വിശദമായി പരിശോധിച്ചിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിവരങ്ങൾ വിശകലനം ചെയ്ത ശേഷം നമുക്ക് അഡ്മിൻ പോർട്ടലിൽ പ്രവേശിച്ച് അവിടെയുള്ള നോട്ടിഫിക്കേഷൻ സർവീസ് വളരെ എളുപ്പത്തിൽ ട്രിഗർ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു വലിയ ഓഫർ ഉപഭോക്താക്കൾക്ക് നൽകാൻ ആഗ്രഹിക്കുമ്പോൾ അഡ്മിൻ ടീമിന് ഒരു അപേക്ഷ സമർപ്പിക്കണം. ഞാൻ ഇത്തരത്തിലൊരു പ്രത്യേക ഓഫർ നൽകാൻ ഉദ്ദേശിക്കുന്നു. ഈ നിശ്ചിത പ്രൊഡക്ട്സിൽ ഈ പറയുന്ന തീയതികളിൽ ഈ ഓഫർ ലഭ്യമായിരിക്കും എന്ന് വ്യക്തമായി രേഖപ്പെടുത്തി സബ്മിറ്റ് ചെയ്താൽ അവരത് കൃത്യമായി അനലൈസ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മുടെ സൈറ്റിൽ നിന്നത് ആകർഷകമായ രീതിയിൽ ഡിസൈൻ ചെയ്ത് എല്ലാ ഉപഭോക്താക്കളിലേക്കും ഒരു നോട്ടിഫിക്കേഷനായി കൃത്യസമയത്ത് ട്രിഗർ ചെയ്യുകയും ചെയ്യും. അത് ട്രിഗർ ചെയ്യുമ്പോൾ എല്ലാ ഓഡിയൻസിനും, അതായത് നിങ്ങൾക്ക് എത്രത്തോളം ഡെലിവറി ചെയ്യാൻ കഴിയുമോ എല്ലാ ഓഡിയൻസ് ഗ്രൂപ്പിലും ഈ നോട്ടിഫിക്കേഷൻ എത്തും. അത് റിസീവ് ആവും. അങ്ങനെ റിസീവ് ആവുന്നത് കൊണ്ട് കുറഞ്ഞത് പലരുടെയും ഗ്രൂപ്പിലും ഓർഡർ പോകുന്നത് രണ്ടാമത്തേതാണ്. എന്നാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് നമ്മൾ വേർതിരിച്ചിരിക്കുന്നു എങ്കിൽ നമ്മുടെ വേർതിരിച്ചിരിക്കുന്ന ഗ്രൂപ്പിലും നോക്കിക്കാണാം. 39 ഗ്രൂപ്പിലും നോക്കിയാൽ നമ്മൾ റേസർ പേ പേയ്മെന്റ് ഇന്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കാര്യത്തിന് റേസർ പേ പേയ്മെന്റ് ഇന്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റേസർ പേ പേയ്മെന്റ് ഇന്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിന് റേസർ പേ പേയ്മെന്റ് ഇന്റഗ്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ സാധന ബിസിനസ്സിൽ ലിങ്കില്ല. അവർ നേരത്തെ തന്നെ ഓർഡർ ഇടും. ഈ റേസർ പേ പേയ്മെന്റ് ഗേറ്റ്വേയിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനും സെറ്റിൽമെന്റ് പ്രോസസ് ചെയ്യാനും ഞങ്ങൾ സഹായിക്കും. 46ാമത്തെ ഫീച്ചർ കോൺഫിഗറബിൾ പേയ്മെന്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് റേസർ പേ പോലുള്ള ഒരു പേയ്മെന്റ് ഗേറ്റ്വേ ലിങ്ക് ചെയ്യാൻ പല ചാലഞ്ചുകളും ഉണ്ടാകാം. എന്നാൽ നിങ്ങൾക്ക് ഏത് പേയ്മെന്റ് മോഡ് സൗകര്യപ്രദമാണോ അതിനെ നമ്മുടെ ചരക്ക് ബിസിനസ് ആപ്പിൽ കോൺഫിഗർ ചെയ്യാം. ഉദാഹരണത്തിന് ക്യാഷ്, കാർഡ്, അതുപോലെ ജിപേ, ആമസോൺ പേ ഇവയെല്ലാം നമ്മുടെ ആപ്പിൽ ചേർക്കാം. എന്നാൽ അവയെല്ലാം നിങ്ങൾ മാനുവലായി വെരിഫൈ ചെയ്യേണ്ടതായിരിക്കും. അതുകൊണ്ട് തന്നെ റേസർ പേ പോലുള്ള ചില പേയ്മെന്റ് ഗേറ്റ്വേകൾ മാത്രം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ ഓട്ടോമാറ്റിക് പേയ്മെന്റ് പൂർത്തിയായതിനു ശേഷം ഓർഡർ പോസ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. 41ാമത്തെ ഫീച്ചർ പ്രോമോ കോഡ്. അതെ, നമ്മൾ എത്രയും ഉൽപ്പന്നങ്ങൾ ഷോക്കേസ് ചെയ്താലും കസ്റ്റമർക്ക് ഒരു ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർ എളുപ്പത്തിൽ വേഗത്തിൽ ഓർഡർ ഇടൂ. അതിനാൽ ആ ഒരു ഓപ്ഷൻ നമ്മൾ പ്രൊമോ കോഡ് എന്ന ടേം ഉപയോഗിച്ച് നൽകും. നിങ്ങൾക്കൊരു പ്രൊമോ കോഡ് സൃഷ്ടിക്കാനും അതിന് ഏത് ഉൽപ്പന്നങ്ങളെല്ലാം ബാധകമാണെന്ന് സെറ്റ് ചെയ്ത് ആ പ്രൊമോ കോഡ് ക്രിയേറ്റ് ചെയ്യാനും കഴിയും. അങ്ങനെയാണെങ്കിൽ ബയർ ആപ്പിൽ നമ്മുടെ കടയിൽ സുതാര്യമായി കായിക ഉൽപ്പന്നങ്ങളെല്ലാം അവിടെ ചേർക്കും. ചേർത്തതിന് ശേഷം കാർഡ് സ്ക്രീനിലേക്ക് പോകുമ്പോൾ കാർട്ടിലുള്ള ഉൽപ്പന്നങ്ങളിൽ ഏതേത് പ്രൊമോ കോഡിന് യോഗ്യമാണെന്ന് കാണിക്കും. അതിനനുസരിച്ച് ആപ്പിൽ പ്രൊമോ കോഡ് അപ്ലൈ ചെയ്യും. അത് വിട്ട് അവർ വന്ന് മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊമോ കോഡ് ഓപ്ഷനുകൾ സെലക്ട് ചെയ്ത് അവർക്ക് എന്ത് വേണമെന്ന്. പ്രശ്നം കോഡുള്ള എല്ലാവർക്കും പാട്ട ഇഷ്ടമാണ്. ചെറുതായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാലേ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിശ്ചിത പരിധിക്ക് ഡിസ്കൗണ്ട് നൽകുക എന്ന കാര്യമാണ്. അതർത്ഥം നിങ്ങളൊരു ഓഫർ നൽകാൻ തീരുമാനിച്ച ആ ഓഫർ ഒരു ചെറിയ പരിധിയുള്ള കമ്പനികൾക്ക് മാത്രം ലഭ്യമാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതർത്ഥം നിങ്ങളൊരു ക്യാമ്പയിൻ നടത്തുകയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സായി വരികയോ ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൽ നിന്ന് ഒരു സ്കൂളിനോ കോളേജിനോ മാത്രം ഈ ഓഫറുകൾ ലഭ്യമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അതിന് നാം 50 മീറ്റർ അല്ലെങ്കിൽ 500 മീറ്റർ എന്നിങ്ങനെയാകാം.
അങ്ങനെ ആ സ്ഥലത്ത് ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ ആ പ്രൊമോ കോഡ് ലഭിക്കൂ. അതിനാൽ ആ കുട്ടികൾക്കും അവരുടെ ഓഡിയൻസിനും ഈ പ്രൊമോ കോഡ് ലഭിക്കില്ല. അതിനാൽ നിങ്ങൾക്ക് ടാർഗറ്റ് ഓഡിയൻസിന് മാത്രം ഡിസ്കൗണ്ട് നൽകാൻ കഴിയും. അപ്പോൾ കൂടുതൽ ആളുകൾ വരും. അതേസമയം മറ്റാളുകൾക്കും നമ്മുടെ ഓഫറുകൾ കാണാൻ കഴിയും, പക്ഷെ അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതാണ് 43-ാം ഫീച്ചർ. അങ്ങനെയെങ്കിൽ എക്സ്പ്ലോർ യുവർ പ്രോഡക്ട്സ് ഓൺ QR കോഡ് എന്നത് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ലിങ്കായോ ഒരു കസ്റ്റമറോട് റെഫർ ചെയ്യുമ്പോഴോ സാധനം വാങ്ങുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ, അതിൽ എൻ്റെ കട തിരഞ്ഞെടുക്കൂ, അതിൽ ഈ ഐറ്റങ്ങൾക്ക് ഓഫർ ഉണ്ടെന്ന് ഇത്രയും വിശദമായി പറയേണ്ടതില്ല. അതിന് പകരം നിങ്ങൾ QR കോഡ് ഉപയോഗിച്ചാൽ നാം ഒരു ആക്സസറീസ് നൽകുന്നുണ്ട്. അത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഫ്രണ്ട് ടേബിളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ടേബിളിലോ വെച്ചാൽ അതിനെ ഒരു കസ്റ്റമർ സ്കാൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ അവർ നമ്മുടെ ശരക്ക് ബയർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ SharakBuyer.com ഓട്ടോമാറ്റിക്കായി വിസിബിൾ ആവും. ഒരു വേള അവർ നമ്മുടെ ശരക്ക് ബയർ ആപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റുകളും ഐറ്റം ലിസ്റ്റും സ്കാൻ ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായി അവിടെ എത്തും. നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഓട്ടോമാറ്റിക്കായി സെലക്ട് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാൻ ഇത് വളരെ സഹായകരമായിരിക്കും. 41-ാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കിയാൽ ബിസിനസ് പ്രൊഫൈലിൽ ശരക്ക് ബയർ ആപ്പിൽ ഓരോ ബിസിനസ് പ്രൊഫൈലിലും നമ്മൾ പ്രൊഫൈലിൽ ചിക്കൻസ് ചേർക്കാൻ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ എത്ര ഓർഡറുകൾ വിജയകരമായി ഡെലിവറി ചെയ്തിട്ടുണ്ട് എന്ന റേഷ്യോ അവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിനാൽ കസ്റ്റമർ പുതിയതായി ഒരു ഓർഡർ നൽകുമ്പോൾ ആ സക്സസ് റേഷ്യോ കാണുമ്പോൾ അത് 70 അല്ലെങ്കിൽ 80-ന് മുകളിലാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നല്ലൊരു വിശ്വാസം ഉണ്ടാകും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന അവർക്ക് ഓർഡർ ചെയ്യാൻ വളരെ ഉപകാരപ്പെടും. അതേസമയം അവർ വന്നപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ സ്റ്റോക്കിൽ നൽകാൻ കഴിയുന്നത് എന്ന് പരിശോധിക്കാം. അതിനുശേഷം നിങ്ങളുടെ ചിത്രങ്ങൾ അവർക്ക് കാണാം. നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടാനാണ് ഓപ്ഷൻ അവർ നൽകിയിട്ടുണ്ട്. അതിനാൽ ഇത് കസ്റ്റമർ നിങ്ങളെ സമീപിക്കാനുള്ള ഒരു ഇടനില സ്ക്രീൻ ആയിരിക്കും. 40-50 ഫീച്ചറുകൾ നോക്കിയാൽ അസിസ്റ്റൻസ് കൗണ്ട്, അതായത് നാം മുമ്പ് പറഞ്ഞതുപോലെ പ്രോ പ്ലാനിൽ ഒരു വാണർക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും, എന്നാൽ പ്രീമിയം സ്റ്റോറിൽ ഒരു വാണർക്ക് 3 അസിസ്റ്റന്റുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അധികമായി ഒരു അസിസ്റ്റന്റ് കൗണ്ട് ലഭിക്കും. കൂടാതെ ഓരോ അസിസ്റ്റന്റിനും നൽകുന്ന ആക്സസ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ആക്സസ് നിയന്ത്രണം നൽകാം. ഉദാഹരണത്തിന് ഒരാൾക്ക് ഓൺലൈൻ ഓർഡർ കാണാൻ മാത്രമായി ആക്സസ് നൽകാൻ സാധിക്കും. ഇവയെല്ലാം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലാണ്. 46-ാമത്തെ ഫീച്ചർ നോക്കിയാൽ, അതായത് ഗ്രേറ്റ് കസ്റ്റമർ സപ്പോർട്ട്. ഓരോ ഓർഡറും ഡെലിവറി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ച് ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് റീച്ച് ചെയ്യാൻ കഴിയുമോ, കസ്റ്റമറുടെ ലൊക്കേഷൻ എക്സാക്റ്റ് ആയി കാണാൻ കഴിയുമോ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കസ്റ്റമർക്ക് റെസ്പോൺസ് നൽകാമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ആ ഓർഡറിൽ തന്നെ കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടാകും. അതിൽ കോൾ ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ചെയ്താലേ ഞങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറുകളെല്ലാം ഡിസ്പ്ലേ ആവും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം, ഞങ്ങളെ റീച്ച് ചെയ്യാം, ആ ഓർഡർ എങ്ങനെ ശരിയായി ഡെലിവറി ചെയ്യാമെന്ന് ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു സൊല്യൂഷൻ ഞങ്ങൾ നൽകും. ഇത് 24/7 ഞങ്ങൾ പ്രീമിയം സ്റ്റോർ അംഗങ്ങൾക്ക് നൽകുന്ന ഒരു സേവനമാണ്. ഏത് പ്രശ്നമായാലും ഞങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്ത് അതിനൊരു പരിഹാരം കാണും. 47-ാം ഫീച്ചർ നോക്കിയാൽ മൾട്ടിപ്പിൾ കോൺടാക്ട് ഡീറ്റെയിൽസ്. അതർത്ഥം നിങ്ങളുടെ കടയ്ക്ക് നിങ്ങളോടൊപ്പമുള്ള നമ്പറുകളെല്ലാം നിങ്ങൾ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കടയിൽ പ്രത്യേകം ചില സെക്ഷനുകൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഓൺലൈൻ ഓർഡറുകൾ പ്രത്യേകം മാനേജ് ചെയ്യുകയാണെങ്കിൽ ആ കോൺടാക്ട് നമ്പറുകളെല്ലാം നിങ്ങൾ ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്തതുകൊണ്ട് കസ്റ്റമർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ നേരിട്ട് ആ നമ്പറിലേക്ക് തന്നെ എത്തും. നിങ്ങൾ വന്ന് നിങ്ങളുടെ ജോലി തുടരണം. 48-ാമത്തെ ഫീച്ചർ എന്താണെന്ന്, നമ്മുടെ ശരക്ക് ബയർ ആപ്പ് സർവീസ് ഓറിയന്റഡ് ബിസിനസ്സുകൾക്ക് സപ്പോർട്ട് നൽകുന്നു. നിങ്ങൾ സലൂൺ പോലുള്ള ഒരു സർവീസ് ഓറിയന്റഡ് ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിനെ ശരക്ക് ബയർ ആപ്പിൽ ആഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സർവീസുകൾ നേരിട്ട് കസ്റ്റമറുടെ ഇടത്തേക്ക് കൊണ്ടുപോയി സർവീസ് നൽകാൻ കഴിയും. ഇതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കസ്റ്റമർമാർ ലഭിക്കും. 49-ാമത്തെ ഫീച്ചർ ഏതൊരു ബിസിനസ് സോഫ്റ്റ്വെയറുമായും പൊരുത്തപ്പെടുന്ന ഒരു ഫീച്ചറാണ്. എന്താണെന്ന് നോക്കൂ. അത് എന്താണെന്നാൽ ഡെലിവറി ബിസിനസ്സിന് പ്രത്യേകമായി നാം ഒരു ആപ്പ് പൊരുത്തപ്പെടുത്തുന്നു. അതിനാൽ നിങ്ങളൊരു ബിസിനസ് ഫ്രാഞ്ചൈസി പോലെ നടത്തുന്നു. അതർത്ഥം പല ലൊക്കേഷനുകളിലായി നിങ്ങളുടെ സ്റ്റോർ തുറക്കുന്നു. അവിടെ ഡെലിവറി ചെയ്യാൻ ഡെലിവറി ബോയ്സ് ഉണ്ടാവും. അതർത്ഥം നിങ്ങൾ എളുപ്പത്തിൽ ഞങ്ങളെ ബന്ധപ്പെടാം. ഡെലിവറി ബൈ ആപ്പ് ഉപയോഗിക്കാം. ഡെലിവറി ബൈ ആപ്പ് എന്നത് പ്രത്യേകമായി ഡെലിവറി ചെയ്യാൻ തയ്യാറാക്കിയ ഒരു ആപ്പാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതർത്ഥം നിങ്ങൾ പ്രീമിയം സ്റ്റോർ പ്ലാൻ വാങ്ങിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ബിസിനസ് വലുതാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇതിൽ എന്താണ് ഒരു പ്രയോജനം എന്നാൽ, ഡെലിവറി പേഴ്സൺസ് ഓർഡർ വന്നാൽ ഡെലിവറി ചെയ്യാനുള്ള ഫ്ലോ മാത്രം അവർ കൈകാര്യം ചെയ്യും. നിങ്ങൾ കൺഫേം ഡിസ്പാച്ച് ചെയ്യാൻ നിങ്ങളുടെ സ്വന്തം ടീം ഉണ്ടാവും, അല്ലെങ്കിൽ അതിനായി ഒരു ടീം വെച്ച് അതിനെ മാനേജ് ചെയ്യാം. അങ്ങനെ 50-ാമത്തെ ഫീച്ചർ എന്താണെന്നാൽ, അഡ്മിൻ പോർട്ടൽ ആക്സസ് നമുക്ക് നിങ്ങൾക്ക് നൽകും. അതായത് നിങ്ങൾ വലിയൊരു ബിസിനസ് നടത്തുന്നു, ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, നിങ്ങൾ പല സ്ഥലങ്ങളിലും ഡെലിവറി ചെയ്യുന്നു. അങ്ങനെയായ നിങ്ങൾക്കായി പ്രത്യേകമായി ഒരു അഡ്മിൻ ക്രെഡൻഷ്യൽസ് നമുക്ക് നൽകും. ആ ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ച് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എവിടെയെല്ലാം ഉണ്ട്, ഡെലിവറി ബോയ്സ് എവിടെയെല്ലാം ഉണ്ട് എന്നതെല്ലാം കാണാം. ഇതെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ കഴിയും. പല ഡെലിവറി ബോയ്സ് പ്രൊഫൈലുകളും നിങ്ങൾക്ക് സൃഷ്ടിക്കാം. അതുപോലെ തന്നെ പല സബ് ഫ്രാഞ്ചൈസികളും നിങ്ങൾക്ക് സൃഷ്ടിച്ച് മാനേജ് ചെയ്യാം. ഈ അഡ്മിൻ പോർട്ടലിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളെ തന്നെ മാനേജ് ചെയ്യാം. വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തി. പ്രീമിയം സ്റ്റോറിലെ പ്രത്യേകതകളും ഗുണങ്ങളും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഈ സ്റ്റോർ വഴി നിങ്ങൾക്ക് ആശങ്കയില്ലാതെ സാധനങ്ങൾ വാങ്ങാം. കാരണം ഇതിൽ ഓൺലൈൻ സേവനവും ബില്ലിങ്ങും ഒരുപോലെ ലഭ്യമാണ്. പാർട്ട് 1
പ്രോ ബില്ലിങ്ങിൽ പറഞ്ഞ ആ 50 ഫീച്ചറുകളും ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. മാത്രമല്ല സർക്ക് ബിസിനസ് ആപ്പിന്റെ ഫീച്ചറുകൾ ഇത്രമാത്രമാണെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. എലട്ട് ഡൈനിങ് എന്നത് റെസ്റ്റോറൻറ്റുകളിലെ കസ്റ്റമൈസേഷൻ ഉള്ള ഒരു പ്ലാനാണ്. ഇതിൽ നോക്കിയാൽ നിരവധി ഫീച്ചറുകളൊന്നും നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ, അതായത് മറ്റൊരു ലെവൽ ബിസിനസ് തന്നെയാണത്. ഏതെങ്കിലും ടേബിളിൽ നിന്ന് ഒരു കസ്റ്റമർ ഓർഡർ ചെയ്യുന്നതെല്ലാം ഇതിൽ ഓട്ടോമാറ്റിക്കായി ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നാം വിശദമായ അടുത്ത വീഡിയോയിൽ വിവാഹത്തിൽ കാണാം.